മുൻമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തിയത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരിതെളിച്ചിരിക്കുകയാണ്. തനിക്കെതിരെ കടകംപള്ളി സുരേന്ദ്രൻ ഗൂഢാലോചന നടത്തിയെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടു. തുമ്പ പോലീസിനാണ് ഈ കേസിലെ പ്രാഥമിക അന്വേഷണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഗൂഢാലോചനയിൽ മുൻമന്ത്രിക്ക് പങ്കുണ്ടോ എന്നും ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നുമാണ് പോലീസ് പരിശോധിക്കുന്നത്. കഴക്കൂട്ടം സ്വദേശിയായ പ്രതിഭ എന്ന യുവതിയും ഈ കേസിൽ നിരീക്ഷണത്തിലാണ്. താൻ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ അനാവശ്യമായ കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ മുൻ മന്ത്രി ശ്രമിക്കുന്നതായാണ് പോറ്റിയുടെ പ്രധാന ആരോപണം. തന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ തടയാനാണ് കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിക്കുന്നതെന്നും അതിനാൽ അദ്ദേഹത്തെയും കേസിൽ പ്രതി ചേർത്ത് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പോറ്റി DGPക്ക് പരാതി നൽകിയത്. നേരത്തെ ഈ പരാതി പിൻവലിച്ചിരുന്നുവെങ്കിലും വീണ്ടും പരാതിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതോടെയാണ് പോലീസ് അന്വേഷണം കർശനമാക്കാൻ തീരുമാനിച്ചത്. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനും യുവതിക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് കഴക്കൂട്ടം സ്വദേശി പ്രതിഭ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നേരത്തെ പരാതി നൽകിയിരുന്നത്. ഈടായി നൽകിയ ഭൂമി പോറ്റി നിയമവിരുദ്ധമായി മറച്ചുവിറ്റു എന്നാണ് യുവതിയുടെ പരാതിയിലെ ഉള്ളടക്കം. എന്നാൽ ഈ പരാതിക്ക് പിന്നിൽ കടകംപള്ളിയുടെ താല്പര്യങ്ങളുണ്ടെന്ന് പോറ്റി ഉറപ്പിച്ചു പറയുന്നു. ദ്വാരപാലക കേസ്, കട്ടിളപ്പാളി കേസ് എന്നിവയുൾപ്പെടെയുള്ള കേസുകളിൽ അടുത്തിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലും അദ്ദേഹം പ്രതിസ്ഥാനത്താണ്. ഈ കേസിൽ 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിയമപരമായ ഇളവിലൂടെ അദ്ദേഹം പുറത്തിറങ്ങിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണങ്ങളെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമായാണ് കടകംപള്ളി സുരേന്ദ്രൻ പക്ഷം കാണുന്നത്. തന്നെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് അവർ ആരോപിക്കുന്നു. എന്നിരുന്നാലും പോലീസ് അന്വേഷണം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ കടകംപള്ളിക്ക് നിർണായകമാകും. തുമ്പ പോലീസ് നടത്തുന്ന ഈ പ്രാഥമിക അന്വേഷണം രാഷ്ട്രീയ കേരളം വലിയ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. മുൻമന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രന് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഇടതുപക്ഷത്തിന് വലിയ തലവേദന സൃഷ്ടിക്കും. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന തെളിവുകൾ പരിശോധിച്ച നിയമപരമായ നടപടികൾ വേഗത്തിലാക്കാനാണ് DGPയുടെ നിർദ്ദേശം. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. നിയമത്തിന്റെ മുന്നിൽ ആരും വലിയവരല്ലെന്നും ആരോപണം തെളിഞ്ഞാൽ കർശന നടപടി ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ കേസ് അന്വേഷണത്തിൽ കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്.